ഭാരതത്തിലെ ക്രൈസ്തവരും ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതായത് വിദേശത്തു നിന്നും പണം കൊണ്ടുവന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉള്ള ലൈസൻസാണ് FCRA ലൈസൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഫോറിൻ കറൻസി കോൺട്രിബ്യൂഷൻ ആക്ടിൻ പ്രകാരം ആ ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് വിദേശത്തു നിന്നും കറൻസികൾ കൊണ്ടുവന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇവിടെ അനുവാദമുള്ളത്. എന്നാൽ അങ്ങനെ വിദേശത്തു നിന്നും പൈസ കൊണ്ടുവന്ന് ഈ FCRA പ്രകാരം സ്ഥാപനങ്ങൾ പണിയുകയും വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് അത് ആ രജിസ്ട്രേഷൻ പുതുക്കാത്തത് കൊണ്ട് അവ തിരിച്ചെടുക്കാൻ പോവുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വളരെ സങ്കീർണമായ ഒരു വിഷയമാണിത്. ഇത് എത്ര പേർ അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സ്ഥലങ്ങളിലൊക്കെ ചില സോഷ്യൽ മീഡിയ കുഞ്ഞൊക്കെ അതേക്കുറിച്ച് ചെറിയ കുറിപ്പുകൾ കണ്ടു. എന്നാൽ വ്യക്തമായ ഒരു കുറിപ്പ് അതിൽ നിന്നും ലഭ്യമായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രിന്റ് മീഡിയകളിലും ഒക്കെ അതേക്കുറിച്ച് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്ന് പറയുവാനായി സൈറ്റിൽ കയറി പരതിയപ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമായ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഇന്ത്യയിൽ ഏതാണ്ട് 16,000-ഓളം FCRA രജിസ്ട്രേഷനുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 16,000-ഓളം. അത് നല്ല പങ്കും ക്രൈസ്തവ സമൂഹങ്ങളിൽ പെടുന്ന സംഘടനകളൊക്കെ അതിനകത്തുണ്ട്. 22,000 കോടി രൂപയാണ് ഒരു വർഷം ഈ ധർമ്മ സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് എത്തുന്നത്. എത്തുന്നത് ഈ FCRA രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അതിലൂടെ മാറിയെടുക്കുന്നു, പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല വിഷയം. ഈ രജിസ്ട്രേഷൻ കയ്യിൽ കിട്ടിയതിന് ശേഷം ധാരാളം സ്ഥാപനങ്ങൾ നമ്മൾ പണിതുയർത്തി, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ധാരാളം ഉണ്ടാക്കിയെടുത്തു, ലാൻഡ് വാങ്ങി, ബിൽഡിങ്ങുകൾ പണിതു. ഇതെല്ലാം സ്വായത്തമാക്കിയതിന് ശേഷം FCRA പുതുക്കിയിട്ടേ ഇല്ല. ഒന്നുകിൽ പുതുക്കിയിട്ടില്ല, അല്ലെങ്കിൽ അയാൾ അപേക്ഷ കൊടുത്തില്ല, അല്ലെങ്കിൽ അത് റദ്ദായിപ്പോയി, അല്ലെങ്കിൽ നിരസിക്കപ്പെട്ടു. ഈ വക കാരണങ്ങളാൽ അങ്ങനെയുള്ള വകകളാണ്, സ്ഥാപനങ്ങളാണ് ഗവൺമെന്റ് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിന് ഒരു ബില്ല് പാർലമെന്റിൽ ഈ മാസം 25-ാം തീയതി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ അത്യന്തം സങ്കീർണമായ ഒരു വിഷയമാണ്. ഏറ്റവും അധികം കൂടുതൽ ആളുകളെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ സ്ഥാപനങ്ങളും അതിനകത്ത് വരും. FCRA ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതിനകത്ത് വരുമെങ്കിലും ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നൊരു പക്ഷേ ക്രിസ്ത്യൻ സംഘടനകളായിരിക്കാനാണ് സാധ്യത. ഞാൻ പറഞ്ഞല്ലോ, വിദേശത്തു നിന്ന് പണം വരുത്തി സ്ഥാപനങ്ങൾ പണിത ശേഷം ആ സ്ഥാപനങ്ങൾ സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ FCRA പുതുക്കുന്നില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തത് ശരിയായ രീതിയിലല്ലാത്തതുകൊണ്ട് അവർ നിരസിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും കാരണത്താൽ FCRA ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ വസ്തുവകകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നാണ് ബില്ലിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അവതരിപ്പിച്ച ആളെന്ന് പറയുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്. ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ പ്രതിഷേധങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ നിന്നുള്ളൊരു കോൺഗ്രസ് നേതാവ് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് ഇനി ബില്ല് വരുന്നതേ ഉള്ളൂ. ചർച്ച ചെയ്ത് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് കിടക്കും. അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പാർലമെന്റിൽ ബഹളങ്ങൾ ഉണ്ടാകും. പ്രതിപക്ഷ നേതാക്കളൊക്കെ ഇതിനെതിരെ സംസാരിക്കും. ഇത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയും. പല നിലയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വഴക്കുകളും വയ്യാവേലിയും ഒക്കെ പാർലമെന്റ് ഉണ്ടാക്കുമെങ്കിലും NDAക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവരിത് പാസ്സാക്കി എടുക്കാനായിട്ടാണ് സാധ്യത. അത് അത്യന്തം ഗുരുതരമായ ഒരു വിഷയമാണ്. FCRA വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ ഒരു ബൈബിൾ കോളേജിന്റെ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ആയപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്കിപ്പോൾ ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല, അത് വേണ്ട, പൊക്കോട്ടെ
എന്നാണ് പറഞ്ഞത്. പണം കിട്ടാൻ വേറെ മാർഗമുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷെങ്കിൽ അങ്ങനെ FCRA കൊണ്ട് പണിതുയർത്തിയ സ്ഥാപനമാണ് അതെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തമായി ഈ നിയമത്തിന് ഒരു രൂപരേഖ തയ്യാറായി വരണമെന്നുണ്ടെങ്കിൽ ചർച്ച നടന്നതിന് ശേഷം ഭേദഗതികളുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ച് ഈ ബിൽ പാസ്സാക്കി വരുമ്പോൾ മാത്രമേ നിജസ്ഥിതി അറിയാനൊക്കുള്ളൂ. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് അതേക്കുറിച്ച് പറയുന്നു. വിദേശ സംഭാവന നിയന്ത്രണ പ്രകാരം, അതായത് FCRA രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ സസ്പെൻഷനാവുകയോ ചെയ്താൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആസ്തികൾ പ്രത്യേക അതോറിറ്റി വഴി ഏറ്റെടുക്കും എന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. മനസ്സിലായല്ലോ? FCRA രജിസ്ട്രേഷൻ വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്ത, ആരാണോ സ്ഥാപനം നടത്തി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കുറെ സ്വത്തുക്കൾ കാണുമല്ലോ. FCRA വഴി പണം വന്ന് അത് സ്വരൂപിച്ചാണല്ലോ ഇതെല്ലാം ചെയ്ത്. ആ പണം, ആ വസ്തുവകകൾ, ആസ്തികൾ ഗവൺമെന്റ് പിടിച്ചെടുക്കും എന്നാണ് ഈ പറയുന്നത്. കാരണം പണം വരാൻ വേണ്ടി ഒരു FCRA ഉണ്ടാക്കി. അപ്പൊ ചാരിറ്റിക്ക് വേണ്ടിയാണ് FCRA ഉണ്ടാക്കുന്നത്. അതായത് രോഗികളെ സഹായിക്കണം, ഹോസ്പിറ്റലുകളെ സഹായിക്കണം, നിർധനരായ ആളുകളെ സഹായിക്കണം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ മറ്റു മേഖലകളിൽ നടത്തണം. ഇതിനെല്ലാം കൂടിയാണ് ഈ FCRA നമുക്ക് തരുന്നത്. പക്ഷെ അതുകൊണ്ട് ആസ്തി ഉണ്ടാക്കിയതിന് ശേഷം സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വരുമാനവും പണവും ബിൽഡിങ്ങും കാര്യങ്ങളും ആസ്തി ഉണ്ടായതിനു ശേഷം എന്നാൽ ഇതിനൊക്കെ പൊക്കോട്ടെ, FCRA വാക്കിന് പോട്ടെ, ഇനി ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനായല്ലോ എന്ന ലാഘവത്തോടെ ഇരുന്ന ആളുകൾക്കിട്ടാണ് പണി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഏത് രാജ്യത്തും ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നിയമങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ചെയ്യാനുള്ള ബാധ്യത നമുക്ക് ഈ കാര്യത്തിലുണ്ട്. അത് ചെയ്യാത്തതിന്റെ തിക്തഫലമാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണുകയേ മാർഗമുള്ളൂ. എന്നാൽ 2010 തന്നെ FCRA നിയമം നിലവിലുണ്ട്. അതനുസരിച്ചാണ് സ്ഥാപനങ്ങൾ പോകുന്നത്. എന്നാൽ ഈ 2010 നിയമത്തിൽ വസ്തുവകൾ വാങ്ങിക്കൂട്ടി FCRA കൊണ്ട് പണം വരുത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അത് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നിയമമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ അതിസങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് പോകും. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം FCRA കൊണ്ട് നമ്മൾ നാട്ടുകാർക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്നാണ് വയ്പ്. അതിനകത്ത് സ്കൂൾ വരും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ അതിനകത്തുണ്ട്. ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നെറ്റിൽ നിന്ന് എടുത്തതാണ്, കുറിച്ച് വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനം, ദാരിദ്ര്യമുള്ളവരെ സഹായിക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് FCRA രജിസ്ട്രേഷൻ തരുന്നത്. എന്നാൽ ആ പണം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പെർമിഷൻ ഒന്നും നമുക്കില്ല. നമ്മുടെ ആളുകൾ ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല. ഇന്ത്യയിൽ ഇപ്പോൾ 16,000 FCRA രജിസ്ട്രേഷൻ ഉള്ളവരുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ മറ്റ് സമുദായസ്ഥരാകാനാണ് സാധ്യത. എന്നാൽ ക്രൈസ്തവരുടെ ഒട്ടും കുറവല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കർശനമായ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത് ചെയ്യുന്നതെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ രസകരമായ ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഈ FCRA കൊണ്ട് ധനം സ്വരൂപിച്ച് ആസ്തികൾ വാങ്ങിക്കൂട്ടിയതിന് ശേഷം FCRA വേണ്ടെന്ന് ഉപേക്ഷിച്ച ആ വ്യക്തികളുടെ പണം അത് ഗവൺമെന്റ് ആസ്തി, ആ സ്ഥലവും സ്ഥാപന ജംഗമ വസ്തുക്കളും ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ ഇടയിലൂടെ വായിക്കാനൊരു സംഗതിയുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഭയങ്കര രസമാണ്. അദ്ദേഹം പറഞ്ഞത്, വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർബന്ധിത പരിവർത്തനം നടത്തുന്ന വ്യക്തികളെ വെറുതെ വിടില്ല. വിദേശ ഫണ്ട് കൊണ്ട് മതപരിവർത്തനം നടത്തുന്ന ആളുകളെ വെറുതെ വിടില്ല. അപ്പോൾ ഈ കണക്കുകളുടെ സുതാര്യതയും വരുന്ന പണത്തിന്റെ കൃത്യമായ കണക്കുകൾ ഗവൺമെന്റിന് കിട്ടുകയും അതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരുടെ തലയിലിരിക്കുന്നത് മറ്റൊരു സാധനമാണ്. ഏതാ? മതപരിവർത്തനം. അപ്പൊ ആത്യന്തികമായി ഇത് കണക്ക് കൊടുക്കാതെയും ഗവൺമെന്റ് റൂൾസ് പാലിക്കാതെയും വിദേശ പണം വരുത്തി നമ്മൾ സ്വന്തമായി സ്ഥാപനങ്ങൾ പണിതു എന്ന് പറയുന്നതിനൊപ്പം തന്നെ
എന്നാൽ ഇവരുടെ ലക്ഷ്യം മറ്റൊന്ന വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ. വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർബന്ധിത പരിവർത്തനം ചെയ്യുന്ന പരിപാടി നടത്തില്ല. അപ്പോൾ ഈ FCRA ഉപയോഗിച്ച് ബിൽഡിങ്ങുകളും ആസ്തികളും ഉണ്ടാക്കിയതിന് പിന്നെ അത് പുതുക്കാത്തോണ്ട് തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതും കൂടെ പറയുകയാണ്. അപ്പൊ ലക്ഷ്യം എന്തോ? ഫണ്ട് ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് സ്ഥാപനങ്ങൾ പണിതു, പിന്നെ FCRA പുതുക്കിയില്ല. ഓക്കെ, അത് സംഭവിച്ചു. ഇതിൽ ആ കൂടെ നിർബന്ധിത പരിവർത്തനം നടത്തുന്ന കാര്യം കൂടി കൂടെ എടുത്ത് പറയുകയാണ് ഇതിനകത്ത്. അപ്പോൾ ലക്ഷ്യം മറ്റൊന്നു തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സംഘടനകളുടെ പിടിപ്പുകേട് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ കാര്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ FCRA തിരിച്ചു കിട്ടിയെന്ന് എനിക്ക് തിരിച്ചു കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ കണക്കുകൾ ഈ കാര്യത്തിന് ഗവൺമെന്റ് കൊടുക്കണം. എത്രയോ സംഘടനകൾ വളരെ മനോഹരമായ രീതിയിൽ, വളരെ സുതാര്യമായ രീതിയിൽ, സത്യസന്ധതയോടെ കൃത്യം കണക്കുകൾ ഗവൺമെന്റ് കൊടുത്തും ആ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എഡ്യൂക്കേഷന് വേണ്ടിയും ഒക്കെ ചെലവഴിച്ചും ഒക്കെ നടത്തുന്ന ധാരാളം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പലതും എനിക്കറിയാം, നിങ്ങൾക്കറിയാം. വളരെ വൃത്തിയായിട്ട് 100% സുതാര്യമായിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവരൊന്നും ഗവൺമെന്റ് പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾക്കെതിരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാളെടുക്കാൻ കാരണം നമ്മുടെ കയ്യിലെ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയാണ്. നമുക്ക് FCRA രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, കാശ് വരുത്തി, നമ്മൾ ആസ്തികൾ ഉണ്ടാക്കി, നമ്മുടെ പിള്ളേരും നമ്മളും എല്ലാം സെൽഫ് സഫിഷ്യന്റ് ആയി. ഇനി FCRA പോട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് അത് ക്യാൻസൽ ചെയ്യാൻ കാത്തിരുന്നവരും കണക്ക് കൊടുക്കാത്തവരും പുതുക്കാത്തവരും ആളുകൾക്കിട്ടാണ് പണി കിട്ടാൻ പോകുന്നത്. ഇപ്പൊ കേരളത്തിലും ഒക്കെ അങ്ങനെയുള്ള ധാരാളം വസ്തുവകകളും സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും FCRA രജിസ്ട്രേഷൻ ഉള്ള ആളുകളൊക്കെ വളരെ കൃത്യമായി തന്നെ കണക്കുകൾ കൊടുക്കുകയും സുതാര്യമായി 100% കൃത്യതയോടെ തന്നെ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള പലർക്കും FCRA നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനിയും നഷ്ടപ്പെടാനായിട്ട് സാധ്യത ഉണ്ട്. കൊണ്ടുവരുന്ന കണത്തിന് കൃത്യമായി കണക്ക് കൊടുക്കുക എന്നതാണ് ഏറ്റവും കരണീയമായ കാര്യം. അത് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. മതപരിവർത്തനത്തിന് വേണ്ടിയാണ് FCRA ഉണ്ടാക്കിയത് എന്നും അതിന്റെ പുറകിലാണ് സ്ഥാപനം ഉണ്ടാക്കിയതെന്നും ഇനിയും അത് അനുവദിക്കുകയില്ലെന്നുമാണ് നിത്യാനന്ദ റായ് ഇവിടെ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു പോയിന്റ് ഇതിനകത്ത് പറയുന്നുണ്ട്, നിശ്ചിത സമയത്തിനകം ഒരു ആശ്വാസകരമായ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഗവൺമെന്റ് നിശ്ചിത സമയത്തിനകം പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയോ പഴയത് പുനഃസ്ഥാപിക്കപ്പെടുകയോ ചെയ്താൽ ഫണ്ടും ആസ്തികളും തിരികെ നൽകും. മനസ്സിലായല്ലോ? ഒരു നിശ്ചിത സമയം സർക്കാർ തരും. അതുകൊണ്ട് നമ്മളിത് റിനോവേറ്റ് ചെയ്യണം. അല്ല എങ്കിൽ പുതുതായിട്ട് എടുക്കുന്നവർക്കാകാം. പഴയത് പോയെങ്കിൽ വേറൊരെണ്ണം തല്ലിക്കൂട്ടാമായിരിക്കും വേറെ ആരുടെയും പേരിൽ, എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെയാണ് പറയുന്നതിനകത്ത്, നിശ്ചിത സമയത്തിനൊക്കെ പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയോ പഴയത് പുനഃസ്ഥാപിക്കപ്പെടുകയോ ചെയ്താൽ ഈ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന സകല ആസ്തികളും ആ പാർട്ടിക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയതൊന്ന് പുനഃസ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ തലയിലോട്ട് തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. FCRA ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള കുഴപ്പങ്ങളും പ്രയാസങ്ങളും സഭകൾ അനുഭവിക്കുന്ന വിഷമതകളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല നിലയിൽ നടത്തുന്ന സ്കൂളുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നടക്കുന്നുണ്ട്. അതൊക്കെ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കാതെ വന്നിട്ടുള്ള ചരിത്രവും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജാഗരൂകരായിട്ട് ഇരിക്കണം. പുതുക്കാൻ FCRA ഉള്ളവർ അത് പുതുക്കിയെടുക്കാനുള്ള ശ്രമം നടത്തണം, തള്ളിക്കളയരുത്. പിന്നൊരിക്കലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് പുതുക്കിയെടുക്കണം, കൃത്യമായ കണക്കുകൾ കൊടുക്കണം, കൃത്യമായ ഗവൺമെന്റ് റൂൾസ് പാലിക്കണം. അതെല്ലാം ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ചെയ്ത് FCRA തിരികെ പുനഃസ്ഥാപിച്ച് അത് വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സംഘടനകൾ തയ്യാറാകണം. അല്ലാതെ കുറെ പണം വരുത്തി കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് കാശും കയ്യിലായതിനു ശേഷം ഇനി എന്നെ FCRA വേണ്ട എന്ന് ചിന്തിച്ച ആളുകൾക്കിട്ടാണ് ഈ പണി കിട്ടാൻ പോകുന്നത്. മനഃപൂർവ്വം കള്ളത്തരം കാണിച്ച് പൈസ വരുത്തി സ്വന്തം കാര്യത്തിന് വേണ്ടി എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇനി എന്ത് FCRA? അവിടാണ് പ്രശ്നം. അത് പുതുക്കി നിങ്ങൾ പോകണം. നിങ്ങൾ കൊടുക്കാനായിട്ട് പണമൊന്നും വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് അത് റിനോവേറ്റ് ചെയ്യാമല്ലോ, ഉള്ള കണക്ക് കൊടുക്കാമല്ലോ. അതൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ തിക്ത അനുഭവങ്ങളാണ് കേരളത്തെ
സഭകൾ പോലും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ FCRA ഉള്ള പ്രസ്ഥാനക്കാരും എല്ലാവരും ഈ കാര്യത്തിൽ ജാഗരൂകരായി വേണ്ടത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.